ദീപ്തി ശർമ്മയ്ക്ക് ഒരുപക്ഷെ മത്സരത്തിലെയും ടൂർണമെന്റിലെയും താരമാവാനുള്ള അവസരം വരുന്നു. ദീപ്തി ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയതിനൊപ്പം 5 വിക്കറ്റ് കൂടിയാണ് വീഴ്ത്തിയത്. ദീപ്തി ശർമ്മ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ലോകകപ്പാണോ ദീപ്തി കൈവിട്ടത് എന്ന തരത്തിൽ വരെ ചർച്ചകളിലേക്ക് പോയിരുന്നു. പക്ഷേ അടുത്തടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തി ദീപ്തി എന്താണ് ലോകത്തെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടണം എന്നത് പറഞ്ഞത് അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ദീപ്തിയുടെ പ്രകടനം ഉണ്ടാകുന്നത്. അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെ 5 വിക്കറ്റ് പ്രകടനം, ലോകകപ്പിൽ 5 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്നുള്ള ഒരു നേട്ടം കൂടിയാണ് ദീപ്തി സ്വന്തമാക്കുന്നത്. അങ്ങനെ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു. ത്രിവർണ്ണത്താൽ നിറയുകയാണ് ലോകകപ്പ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട മധുരകരമായ നിമിഷം, പ്രത്യേകിച്ച് 2 തവണ കൈവിട്ട കിരീടം സ്വന്തം മണ്ണിൽ സ്വന്തം ആളുകളുടെ മുന്നിൽ നേടുന്നത് അതിനേക്കാൾ മധുരകരമായ ഒരു നിമിഷം ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 52 റൺസിനാണ് ഇന്ത്യൻ ജയം. 299 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 246 റൺസിന് പുറത്താവുന്നു. അവരുടെ ക്യാപ്റ്റൻ സെമി ഫൈനലിന് പിന്നാലെ ഫൈനലിലും സെഞ്ചുറി നേടിയെങ്കിൽ പോലും ലോറ വീണതോടുകൂടി അവരുടെ പതനം പൂർത്തിയാവുകയായിരുന്നു. ലോറയ്ക്ക് പിന്തുണ നൽകിയത് ഡെറിക്സൺ ആയിരുന്നു. പക്ഷേ മറ്റ് താരങ്ങൾക്കൊന്നും തന്നെ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ഈ ടൂർണമെൻറ്റിൽ ഉഗ്രൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള തസ്മീൻ ബ്രിഡ്സും ഒപ്പം തന്നെ കഴിഞ്ഞ ലീഗ് റൗണ്ടിൽ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുള്ള ഡിക്ലാർക്കിനെയും എല്ലാം കൃത്യമായ ഇടവേളകളിൽ വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ ജയത്തിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ ഓപ്പണിംഗ് വിക്കറ്റിൽ വലിയ രീതിയിൽ മുന്നേറുകയായിരുന്ന ദക്ഷിണാഫ്രിക്കയെ ഒരു റണ്ണൌട്ട് അമൻജോതിൻ്റെ ഒരു തകർപ്പൻ ത്രോയാണ് ഒരു ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച കണ്ടത്. ഏറ്റവും ഒടുവിൽ ലോറോയുടെ ക്യാച്ച് എടുത്തത് നമുക്ക് കാണാവുന്നതാണ്. ഒരുപക്ഷെ 2020 ലോകകപ്പിൽ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് നമ്മൾ കണ്ടതാണ്. അതുപോലെ പ്രസൻസ് ഓഫ് മൈൻഡ് എന്താണെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു അമൻജോതിൻ്റെ ആ ക്യാച്ച് ഉണ്ടായിരുന്നത്. കയ്യിൽ നിന്ന് തട്ടിത്തെറിച്ച പന്ത് 2 തവണ കൂടി തട്ടിയ ശേഷമാണ് അമൻജോത് അത് കൈപ്പിടിയിൽ ഒതുക്കുന്നത്. ഒരുപക്ഷെ ആ ക്യാച്ച് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു തീരാ നോവായി മാറുകയായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അമൻജോതിൻ്റെ തകർപ്പൻ ഫീൽഡിലെ പ്രകടനം അത് ഇന്ത്യക്ക് ജയമൊരുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയുടെ 140 കോടി ജനതയുടെ കാത്തിരിപ്പിന് ഒടുവിൽ അവസാനമായിരിക്കുന്നു. നമ്മൾ വീണ്ടും ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. 2023 ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീമിന് സാധിക്കാത്തത്, അല്ലെങ്കിൽ ഫൈനലിൽ വീണുപോയ ആ കാഴ്ച ഇവിടെ ഉണ്ടാകുന്നില്ല. കണ്ണീരണിഞ്ഞ് നമ്മൾ അന്ന് ആ ദിവസം അവസാനിപ്പിച്ചത് ഇന്നുണ്ടാകുന്നില്ല. നമ്മുടെ വനിതാ ടീം, നമ്മുടെ ചുണക്കുട്ടികൾ, ഗൂഗിൾ പറഞ്ഞതുപോലെ നമ്മുടെ കടുവകൾ നമുക്കൊരു ഒരു ഗർജനം കേട്ടാണ് നമ്മൾ എന്തായാലും ഈ ദിവസം തുടങ്ങുന്നത്. ഇന്ത്യ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. മഴയൊപ്പെയ്ത്തോടെയായിരുന്നു ഈ ദിവസം. പക്ഷേ എല്ലാവർക്കും ഇതൊരു ആനന്ദപ്പെയ്ത്തിലൂടെ അവസാനിക്കുകയാണ് ദിനം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിത്ര നിമിഷം. 1983 ലോകകപ്പിൽ കപിലിൻ്റെ ചെകുത്താന്മാർ കിരീടം നേടിയെങ്കിൽ ഇപ്പോൾ ഹർമൻപ്രീതും സംഘവും ഹർമൻപ്രീതിൻ്റെ ചെകുത്താന്മാർന്നോ എന്തു വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ആ ടീം അങ്ങനെ ചരിത്രത്തിലേക്ക് നടന്നു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. സ്വന്തം മണ്ണിൽ, സ്വന്തം നാട്ടിൽ, സ്വന്തം ആരാധകർക്ക് മുന്നിൽ ഇന്ത്യ ലോക ചാമ്പ്യന്മാരാകുന്നു. കഴിഞ്ഞ 2 തവണയും നഷ്ടപ്പെട്ട കിരീടം ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. അതും വലിയ വരവ് തന്നെയായിരുന്നു. തുടക്കത്തിൽ നല്ല തുടക്കം കിട്ടിയെങ്കിൽ പോലും പിന്നീട് തുടർച്ചയായ 3 മത്സരങ്ങൾ തോറ്റപ്പോൾ ഇന്ത്യയുടെ സെമി സാധ്യത പോലും വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ നിന്ന് മുൻ ചാമ്പ്യന്മാരായ ന്യൂസിലാൻഡിനെ വലിയ മാർജിനിൽ തോൽപ്പിക്കുന്നു. സെമി ഒരുപക്ഷെ ഈ ലോകകപ്പ് ഓർക്കപ്പെടുന്നത് തന്നെ ആ മത്സരത്തിന്റെ പേരിലായിരിക്കും. കരുത്തരായ 7 തവണ ചാമ്പ്യന്മാരായ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്തുകൊണ്ട് റെക്കോർഡ് ചേസിലൂടെ ആ മത്സരം ജയിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഇന്ത്യക്കായിരുന്നു മുൻതൂക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.